السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സമസ്ത ചരിത്ര പഠനം അതിൻ്റെ ഭാഗമായി ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നു. ഒന്ന് രണ്ട് ആളുകൾ ഒരു സംശയം ചോദിച്ചതുണ്ട്. തോനെ ആൾ ചോദിച്ചിട്ടുള്ള ഇന്നലെ. ഒന്ന് 1989 സമസ്ത വിഭജിക്കുമ്പോൾ എന്നൊക്കെ അവർ പിന്നെയും പറയും. അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും അങ്ങനെ പറയാം. വിഭജനം ഉണ്ടായിട്ടില്ല, പിളർപ്പും ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. വിഭജിച്ചിട്ടില്ല. പൗതി ഓൽക്ക് പൗതി നമുക്ക് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ഓൽക്ക് കാൽഭാഗം നമുക്ക്, അല്ലെങ്കിൽ കാൽഭാഗം ഓൽക്ക് മുക്കാൽ ഭാഗം നമുക്ക്, അങ്ങനെയൊന്നും ഒരു വിഭജനം നടന്നിട്ടില്ല. പിന്നെ സമസ്തയുടെ നേരത്തെയുള്ള മുഷാവറ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ജനറൽ ബോഡി വിളിച്ചിട്ടുമില്ല. ഇപ്പൊ ലീഗൊക്കെ പിളരുമ്പോൾ അങ്ങനെയായിരുന്നു. കോഴിക്കോട് ലീഗ് ഹൗസിൽ യോഗം ചേരുമ്പോൾ നമുക്ക് ആ ചെയ്യും സേതുമാർ തങ്ങളും ബാക്കിയുള്ളവരൊക്കെ കൂടി വടകര വേറെ സ്ഥലത്ത് യോഗം ചേർന്നു. എന്നിട്ട് ഞങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയും ഉണ്ടായിട്ടില്ല. ഇത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആ ആക്ടിനനുസരിച്ച് നിയമവിധേയമായി ആധികാരിക സഭയാകുന്ന ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ ജനറൽ ബോഡിയിലെടുത്ത തീരുമാനമാണ് പുനഃസംഘടന. അപ്പൊ ആരും ഇനി അങ്ങനെ പറയരുത് 89 സമസ്ത പിളർന്നതിന് ശേഷം അല്ലെങ്കിൽ വിഭജിച്ചതിന് ശേഷം അങ്ങനെ പറയരുത്. 89 സമസ്ത പുനഃസംഘടിപ്പിച്ചതിന് ശേഷം എന്നേ പറയാവൂ എന്നൊരിക്കൽ കൂടി എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോൾ 89 ശേഷം SSF വിദ്യാർത്ഥി പ്രസ്ഥാനം അത് രണ്ട് സമസ്തയിലും ചേരാതെ കുറച്ചു കാലം നിന്നു. രണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷമല്ല, ധാർമ്മികമായില്ല. അത് ഒരു സമസ്തയിൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ ജനറൽ ബോഡി മെമ്പർമാരൊക്കെ കൂടി ഒരു തീരുമാനം പുതിയതെടുത്ത് പുതിയ മെമ്പർമാർ തിരഞ്ഞെടുത്താൽ പിന്നെ പഴയതിന്റെ പ്രസക്തി പോയി എന്ന് അറിയാത്തവരാരാളുള്ളത്. പക്ഷേ SSF ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. അതിനൊരു സ്റ്റേറ്റ് കമ്മിറ്റിയും അതിനുള്ള മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ അതിനുണ്ട്. അവർ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തില്ല എന്നേ ഉള്ളൂ. കാരണം ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു SSFിനടുത്ത പ്രസിഡന്റ്. അദ്ദേഹം മലപ്പുറത്ത് ചേർന്ന അവരുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ചില തീരുമാനങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതിനോട് യോജിക്കാത്തത് കൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു രാജിക്കത്തും എഴുതി കൊടുത്ത് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അതിൽ ഇനി ഹൈദരലി ശിഹാബ് തങ്ങളെ പുറത്താക്കി പറഞ്ഞിട്ടില്ല, ഇതുവരെ പുറത്താക്കി എന്നാരും പറയാൻ പാടില്ല. കാരണം അദ്ദേഹം നേരത്തെ ഇത് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിക്കത്ത് എഴുതിയിട്ടാണ് അന്ന് പ്രസിഡന്റ് യോഗത്തിന് വന്നത് തന്നെ. കാരണം മൊത്തം ഇതിന്റെ അടിയൊഴുക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ മനസ്സിലാക്കിയിരുന്നു. തങ്ങൾ പിടിച്ചേർത്തത് കിട്ടുകയില്ല എന്നും അദ്ദേഹത്തിന് ഉറപ്പായപ്പോൾ അപ്പൊ ഞാൻ ഇതിൽ നിന്നിട്ട് പ്രശ്നമുണ്ട എന്ന നിലയ്ക്ക് സ്വമേധയാ അദ്ദേഹം രാജിക്കത്ത് നൽകി. അങ്ങനെ ആ എക്സിക്യൂട്ടീവ് വന്ന് അവസാനിച്ചു. പിന്നീട് അതിന്റെ വിപുലമായ ഒരു യോഗം വിളിച്ച് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ ഹൈദരലി ശിഹാബ് തങ്ങളുടെ രാജി സ്വീകരിച്ചുകൊണ്ട് മദീനത്ത് ഹജ്ജിന് പോയ സമയത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വല്ലില മുഹമ്മദ് ഫൈസി എന്ന സുന്നത്ത് ജമാഅത്തിന്റെ SSFന്റെ അന്നത്തെ സജീവ പ്രവർത്തകൻ പ്രസിഡന്റ് ആയിക്കൊണ്ട് SSF ഇത് രണ്ടാമത് പുനഃസംഘടിപ്പിക്കുന്നത്. ഒന്നുകൂടി നാം ഇതിൽ മനസ്സിലാക്കണം. ഈ വള്ളില മുഹമ്മദ് ഫൈസി എന്ന അടുത്ത നാട്ടുകാരനായ KT മാനു മുസ്ലിയാരുടെ ഒരു പ്രധാന ശിഷ്യനും കൂടിയായിരുന്നു. ആ ഉസ്താദുമാരെ ഒന്നും ധിക്കരിച്ചുകൊണ്ടല്ല, ആ ഉസ്താദിനെ തരം താഴ്ത്തിക്കൊണ്ടുമല്ല. ഇതൊരു സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്റെ പ്രവർത്തനത്തിലൂടെ അത് സുസാധ്യമാവുകയാണെങ്കിൽ ഞാൻ ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന ഒരു ലക്ഷ്യമല്ലാതെ ബഹുമാനപ്പെട്ട വള്ളില ഫൈസി മാനു മുസ്ലിയാരെ ധിക്കരിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ സ്വമേധയാ ഒഴിവായിപ്പോയ
പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ധിക്കരിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ചു കാലം അത് വിളിക്കാനും തീരുമാനിക്കാനും ഒരു പ്രശ്നമില്ലാതെ ഈ വിദ്യാർത്ഥി സംഘടനയെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താനും കുറഞ്ഞ മാസങ്ങൾ വേണ്ടി വന്നു എന്നതല്ലാതെ അവർ മറ്റൊരു സമസ്തയിൽ ചേരുന്നില്ല, ഇതിലും ചേരണ്ട അതിലും ചേരണ്ട, ഞങ്ങൾ വേറെയാണ് എന്ന നിലക്ക് നിന്നതല്ല. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. SSFനെ കുറിച്ചാണെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരാണ് SSFന്റെ പ്രവർത്തകർ. അപ്പൊ അവരെ കുറിച്ച് നാം നല്ല നിലക്ക് മനസ്സിലാക്കണം. അങ്ങനെ എന്നാൽ മറുഭാഗം ശംസുൽ ഉലമയോടോ അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനോടോ അല്ലെങ്കിൽ രാജിവെച്ചു പോയ ഹൈദരലി ശിഹാബ് തങ്ങളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോടോ യാതൊരു പ്രശ്നവുമില്ലാതെ അത് കൊലയോടുകൂടി സുന്നത്ത് ജമാഅത്തിൽ ഇങ്ങോട്ട് ഉറച്ചു നിന്നതാണ് SSFന്റെ പ്രവർത്തകർ, അതിന്റെ സംഘടനയും. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന റഈസുൽ ഉലമയുടെയും ഇത് പുനഃസംഘടനയുടെ കാലത്ത് നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ മർഹൂം താജുൽ ഉലമയുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അന്നും അവരുടെ നിലപാട്. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റിയും അതിന്റെ സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആലോചനയില്ലാതെ അമ്പലക്കടവ് മാർച്ച് വിളിച്ചതുപോലെ നമ്മളെ പ്രവർത്തകരും നമ്മളെ സംഘടന അങ്ങനെ ചെയ്യൂലല്ലോ. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോഴാണല്ലോ ഒക്കെ ഒരു അവതാളത്തിലായി വരല്. അതവർ ചെയ്തില്ല. അതുകൊണ്ട് സുദീർഘമായ ആലോചനയും ആലിമീങ്ങളുമായുള്ള ബന്ധപ്പെടലും അവരുടെ അഭിപ്രായം മാനിക്കലും ഇതിനൊക്കെ വേണ്ടി 6-7 മാസം താമസിക്കേണ്ടി വന്നു. അതിനർത്ഥം അന്ന് മഹാനായ ഉള്ളാർത്തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും ഇവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല. പിന്നെ ഞങ്ങളൊരു യോഗം ചേർന്നിട്ട് ഞങ്ങളൊക്കെ ഈ AP വിഭാഗത്തിൽ ചേരുന്നു എന്നൊരു പ്രമേയം പാസാക്കി അവർ നിന്നിട്ടുമില്ല. കാരണം നേരത്തിന്റെ നിലപാട് എങ്ങനെയാണ്, ആ നിലക്ക് അവരിങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ സംശയം ചോദിച്ച ആ പ്രവർത്തകനും അങ്ങനെ സംശയമുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അറിവിനായി ഇത് പറയുന്നു. പിന്നെ അങ്ങനെ കാര്യമായി സംശയം ചോദിച്ചവരെ ഒന്നും കണ്ടിട്ടില്ല. ഇന്നലെ ചോദിച്ചതിനൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദാണ് KK അബൂബക്കർ ഹസ്രത്ത്. KK അബൂബക്കർ ഹസ്രത്തിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്. അതുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ ഉസ്താദുമാരെ ധിക്കരിക്കുകയല്ലേ ചെയ്തത് എന്ന ഒരു സംശയവും ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മഹാനായ കാന്തപുരത്തിന്റെ നാട്ടിൽ KK അബൂബക്കർ ഹസ്രത്ത് ദർസ് നടത്തിയപ്പോ നാട്ടിൽ നിന്ന് നമ്മൾ ചെറിയ കുട്ടികൾ 8 വയസ്സും 10 വയസ്സും ഒക്കെ ആയ കുട്ടികൾ മഗ്‌രിബിന്റെ ശേഷം ദർസിൽ പോകുന്ന ഒരു സ്വഭാവം പലയിടത്തുണ്ടായിരുന്നല്ലോ. ആ നിലക്ക് പോയി KK അബൂബക്കർ ഹസ്രത്ത് കുറഞ്ഞ കാലം അവിടെ നിന്നപ്പോ അങ്ങനെ ദർസിന് പോയിട്ടുണ്ട് എന്നതല്ലാതെ കാര്യമായ കിതാബുകളൊന്നും ഓതുന്ന കാലത്ത് കാന്തപുരം ഉസ്താദ് അവരുടെ ശിഷ്യനായിട്ടില്ല എന്ന് കരുതി ഇത് മാത്രം ആരെങ്കിലും കേട്ടിട്ട് ക്ലിപ്പ് മുറിച്ച് കാന്തപുരം ഉസ്താദ് കേൾക്കാത്ത ശിഷ്യനല്ല എന്ന് പറയാൻ നിൽക്കണ്ട. അതുകൊണ്ടായി അങ്ങനെയാണെങ്കിലും ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്തിനെ അങ്ങേ അറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു കാന്തപുരം ഉസ്താദ്. കാരണം നാട്ടിലെ ദർസിലാണെങ്കിലും കുറച്ചു കാലം പറഞ്ഞു കൊടുത്ത ഇൽമ്, അത് ഇൽമ് തന്നെയാണല്ലോ. ആ ഇൽമിനെ മാനിച്ചുകൊണ്ട് വേണ്ടതുപോലെ ബഹുമാനിച്ചിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഗൾഫിൽ ദുബൈയിലുള്ളവർക്കറിയാം, ദുബൈ ഇസ്ലാമിക് ബാങ്ക് അത് ഏകദേശം ഒരു 10-12 സ്റ്റെപ്പ് കയറിയിട്ടാണ് ഉള്ളത്. ആ ബാങ്കിന്റെ അതിൽ വന്ന് വാഹനം ഇറങ്ങിയാൽ 10-12 സ്റ്റെപ്പ് ഉണ്ട്. കൃത്യമായിട്ടല്ല പറയുന്നത്, ചിലപ്പോൾ അത് 9 ആകാം,
ഇനി ആരെങ്കിലും എണ്ണിയും കാണ്ട് ഇങ്ങനെ എണ്ണിക്കാൻ നിൽക്കണ്ട. ആ സ്റ്റെപ്പിന്റെ താഴെ ബഹുമാനപ്പെട്ട AK അബൂബക്കർ ഹസ്രത്ത് ഒരു ടാക്സിയിൽ വന്നിറങ്ങുന്നു. എന്താണ്, പൗരപ്രധാനികളായ അറബികളെ കണ്ടപ്പോ ആ ബാങ്കിലേക്കുള്ള ചെക്ക് ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ AP ഉസ്താദിനും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് എത്തിയത് കൊണ്ട് ഈ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലെത്തിയിരുന്നു. ബഹുമാനപ്പെട്ട AK അബൂബക്കർ ഹസ്രത്ത് ബഹുമാനപ്പെട്ടവർക്ക് കുറെ പ്രായാധിക്യം AP ഉസ്താദിനേക്കാൾ കൂടുതലുണ്ട്. പോരാത്തതിന് കാലിന് നടക്കുമ്പോൾ ചെറിയൊരു സ്വാധീനക്കുറവുമുണ്ട് പ്രായത്തിന്റെ പേരിൽ. അപ്പൊ ഈ സ്റ്റെപ്പ് സ്വന്തം കയറുക എന്നുള്ളത് കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ കയറാൻ നിവർത്തിയില്ലല്ലോ. എന്നാൽ ഈ KK അബൂബക്കർ ഹസ്രത്തിന്റെ കൂടെ അവരെ 2 ആളുകളും പ്രവർത്തകന്മാരുണ്ട്. ഇത് നമ്മൾ പുനഃസംഘടിപ്പിച്ചതിന് ശേഷമാണ്. ഓല് വേറെയാണ്, നമ്മൾ വേറെയാണ്. ആ 2-3 പ്രവർത്തകരുണ്ടെങ്കിലും ഓല് ടാക്സി ഇറങ്ങി. കാരണം KK അബൂബക്കർ ഹസ്രത്ത് ഒപ്പിട്ട് കൊടുത്താലേ ചെക്ക് കിട്ടും. ഞങ്ങളിപ്പോ ഇനി അതിന്റെ മേലെ വലിഞ്ഞു കയറിയിട്ട് കാര്യമില്ല വിചാരിച്ച് അവർ ടാക്സി തന്നെ ഇരുന്നു. എന്നിട്ട് 1ാമത്തെ സ്റ്റെപ്പ് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ട് കയറുന്നത് കണ്ടപ്പോ ഉസ്താദ് അവர்கள் AP ഉസ്താദ് അവர்கள் അത് കണ്ടപ്പോ എന്നോട് TC ഒന്ന് പോയി അവരെ കൈ പിടിച്ചു കയറ്റി. ഞാൻ പെട്ടെന്ന് ഇന്നത്തേക്കാൾ, കാരണം 10-25 കൊല്ലം മുമ്പാണ്. അപ്പൊ എനിക്ക് ഇന്നത്തേക്കാൾ കൂടുതൽ ഒരു 40 വയസ്സ് 38 വയസ്സ് ഒക്കെ എനിക്കന്ന് പ്രായമുള്ളൂ. ആരോഗ്യമുണ്ട്. നമ്മൾ വേഗം ഇറങ്ങിച്ചെന്ന് സലാം പറഞ്ഞ് കൈ കൊടുത്ത് കൈ പിടിച്ച് നമ്മൾ കയറ്റി കൊണ്ടുവന്ന് കൗണ്ടറിലാക്കി. പിന്നെ ഒപ്പിടിച്ച് അവിടെ കൊണ്ടുപോയി സ്ഥലത്തിരുത്തി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തിന് കാശ് കൊടുത്തു. കാശ് വാങ്ങി ഞാൻ തന്നെ കൈ പിടിച്ചിറക്കി ആ ടാക്സിയിൽ കൊണ്ടുപോയി കയറ്റിക്കൊടുത്തു. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഉസ്താദിന് ചെക്ക് വാങ്ങി ഉസ്താദും താഴെ എത്തിയിരുന്നു. അങ്ങനെ ഉസ്താദ് സലാം പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 വർഷത്താണ്, എന്നിട്ടും ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് സന്തോഷിച്ച് സമാധാനത്തിൽ 2 വഴിക്കായിട്ട് പിരിഞ്ഞുപോയി. ഞാനിത് പറയുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവர்கள் തന്റെ ഒരു ഉസ്താദുമാരെയും ഒരു വാക്കുകൊണ്ടും ഒരു പ്രവർത്തനം കൊണ്ടും നിന്ദിച്ചിട്ടില്ല. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും മറുഭാഗത്തിന്, എന്നാ പിന്നെ എങ്ങനെയാ ഓലൊക്കെ ഒഴിവാക്കിയിട്ട് സമസ്തന്റെ സെക്രട്ടറിയൊക്കെ ആയി മൂപ്പര് കയറിക്കൂടാൻ പാടുണ്ടോ? അതിനാണ് രജിസ്ട്രേഡ് കത്തയച്ചുകൊണ്ട് KK ഹസ്രത്തിനെയും ശംസുൽ ഉലമയെയും കോട്ടുമൽ ഉസ്താദിനെയും എല്ലാ ഉസ്താദുമാരെയും നമ്മൾ ക്ഷണിച്ചത്. അവർ വന്നില്ല. വരാതിരുന്നപ്പോൾ ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അവരെ നേരത്തെയുള്ള വർക്കിംഗ് കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் സ്വാഭാവികമായും അതിൽ മെമ്പറായി വന്നു. ആ മെമ്പർമാരായിരിക്കുന്ന ആളുകൾ കൂടി ഉസ്താദിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്നതല്ലാതെ മറ്റൊരാളോട് അനാദരവ് ഉസ്താദ് കാട്ടിയിട്ടില്ല. ഇനി മറ്റൊരനുഭവം കൂടി പറയട്ടെ. ഇത് അല്ലൈനിൽ വെച്ച് നടന്നതാണ്. അല്ലൈനിൽ ഒരു പൗരപ്രധാനി, ഒരു അറബി, അദ്ദേഹത്തിന് കേരളത്തിലുള്ള ചലനങ്ങൾ മുഴുവനും അറിയുന്ന ആളായിരുന്നു. കേരളത്തിലെ ചലനങ്ങൾ, നമ്മുടെ സംഘടനാ ചലനങ്ങൾ മറ്റുമൊക്കെ അയാൾ അറിയും. അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം ഇത് നിഷ്പക്ഷമായി നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ചില ആലിമീങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് നടക്കുന്നു. എന്നാൽ മറ്റു വിഭാഗം പോലെ കുറ്റം പറയുന്നൊന്നുമില്ല, ഒരു ദീനിന്റെ പ്രവർത്തനം നടത്തുന്നു. അങ്ങനെ അതിന് ഞങ്ങൾ ചെന്നപ്പോ AP ഉസ്താദിനോട് ചോദിക്കുന്നു, ഷെയ്ഖ് അബൂബക്കർ ഖസീർ, ഷെയ്ഖ് അബൂബക്കർ തവീൽ എന്നാണ് അവർ പറയുന്നത്. കാരണം AP ഉസ്താദ് ലേശം നീളുണ്ട്, KK ഹസ്രത്ത് ഉസ്താദ് ലേശം നീളം കുറവുമാണ്. അപ്പൊ കൈക്കാലത്ത് ഷെയ്ഖ് അബൂബക്കർ ഖസീർ എന്ന് AP ഉസ്താദിനോട് ചോദിക്കുമ്പോ AP ഉസ്താദ് പറയും കുറച്ചൊക്കെ പ്രായമുണ്ട്, യാത്ര ചെയ്യാനൊക്കെ പ്രയാസമുണ്ട്, എന്നാലും കഴിയുന്ന കഴിവിന്റെ പരമാവധി ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നുണ്ട് എന്ന് എവിടെയും തൊടാത്തൊരു മറുപടിയാണ് പറയും. ഞങ്ങൾ എതിർക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. മൂപ്പരൊക്കെ അവിടെ പല പള്ളിയിലുള്ള പ്രസംഗത്തിലും എന്തൊക്കെയോ രൂക്ഷമായ വിമർശിക്കലുണ്ടായിരുന്നു. അതൊന്നും അയച്ചുവെക്കാതെ മൂപ്പരക്കൊണ്ട് കഴിയുന്ന മാതിരി മൂപ്പര് ചെയ്യുന്നുണ്ട് എന്ന്. എന്നാ ഈ KK ഹസ്രത്തിനോട് പറയുമ്പോഴോ ചോദിക്കും, ഷെയ്ഖ് അബൂബക്കർ തവീൽ ഹാൽ എന്ന് വെച്ചാൽ പറയും, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കുകയാണ്, അവിടെ മുസ്ലിമീങ്ങളൊക്കെ അങ്ങോട്ടാക്കുകയാണ്, കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രചരിപ്പിക്കുകയാണ്, ഉസ്താദുമാരെ ധിക്കരിച്ച് നടക്കുകയാണ്. ഇല്ല, എത്തൊക്കെ കുറ്റം പറയാൻ കിട്ടും അതൊക്കെ പറയും. പിന്നെയും AP ഉസ്താദിനോട് ഒരു വട്ടോട് ചോദിച്ചു,
ഉസ്താദ് എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നു. കെ ഹദ്റത്തിനോട് പിന്നെയും ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഈ അറബി ഇത് ആവർത്തിച്ചു. അങ്ങനെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ നമ്മളിങ്ങനെ അറബികളെ കാണാൻ ചെല്ലുമ്പോൾ അവർ നോമ്പ് തുറക്കാൻ വിളിക്കും. പി ഉസ്താദിനെ നോമ്പ് തുറക്കാൻ വിളിച്ചു. അതേ ദിവസം തന്നെ കെ ഹദ്റത്തിനെയും നോമ്പ് തുറക്കാൻ വിളിച്ചു. അപ്പോ പി ഉസ്താദ് സാധാരണ ചെയ്യാറ് ബാങ്ക് വിളിക്കാൻ ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ശരിയുള്ളൂ. അതിന്റെ മുമ്പ് ഇങ്ങനെ മജ്‌ലിസിൽ കുറെ ആളൊക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് ഇങ്ങനെ വടായി പറഞ്ഞിരിക്കാൻ പി ഉസ്താദ് അങ്ങനെ പോക്കില്ല. അത്യാവശ്യമായി സംസാരിക്കാണ്ടെങ്കിൽ തന്നെ അറബികളോട് അത്രയും സംസാരിക്കുള്ളൂ. കാരണം അറബികൾക്കും അതാണ് ഇഷ്ടം. തോന വായിക്കലും തോന പറയലും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോയത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുക. കെ ഹദ്റത്ത് അതിനൊക്കെ എത്രയോ നേരത്തെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലണ വണ്ടി ഗേറ്റിനോട് കയറുന്ന കണ്ടപ്പോൾ തന്നെ ഈ അറബി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും. മജ്‌ലിസിലല്ല, വേറെ അപ്പുറത്തെ റൂമിൽ. എന്താ ഒരു സാധാരണഗതിയിൽ അങ്ങനെ കയറിയ മജ്‌ലിസിലായിരിക്കല്. ഇതങ്ങനെയല്ല ചെയ്തത്. എന്നിട്ട് ഇരുത്തി നോമ്പ് തുറക്കാൻ പിന്നെ 2-3 മിനിറ്റൊക്കെ ഉള്ളൂ. അവിടെ വെച്ച് അവിടെ കെ ഹദ്റത്തുള്ള വിവരമൊന്നും ഞങ്ങളപ്പം അറിയില്ല. കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല. വേറെ മജ്‌ലിസിലാണ്, ഞങ്ങൾ ഇപ്പുറത്തെ റൂമിലാണ്. ഉസ്താദിനോട് ഒന്നുകൂടി ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഈ സാധാരണ പറയുന്ന മാതിരി നോമ്പായിട്ട് ഇവിടെ ഉണ്ട്, വേറെ പ്രയാസക്കാണെങ്കിലും കഴിയുന്നമാരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാങ്ക് വിളിക്കാൻ 1 മിനിറ്റ് ഉണ്ടാകുമ്പോൾ നോമ്പ് തുറക്കാനൊക്കെ വിഭവങ്ങൾ നിരത്തിയ അവരെ മറ്റൊരു മജ്‌ലിസുണ്ട്. അവിടത്തേക്ക് വിളിച്ചപ്പോൾ കെ ഹദ്റത്തുണ്ട് എല്ലാവരും. അപ്പൊ ഉസ്താദ് കെ ഹദ്റത്തിനെ കണ്ട പാടിന് വേഗം ചെന്ന് കൈ കൊടുത്തു. എപ്പോഴാ വന്നത്? റാഹത്തല്ലേ, സുഖല്ലേ? ഇതാ ബാങ്ക് വിളിക്കുന്നത്, നോമ്പ് തുറക്കാന്ന് പറഞ്ഞു. ഇരുന്ന് എല്ലാവരും നോമ്പ് തുറന്നു. നോമ്പ് തുറന്ന് ചെറിയ നോമ്പ് അത് കഴിഞ്ഞ പാട് അടുത്ത് തന്നെ ഈ അറബിന്റെ തന്നെ പള്ളിയുണ്ട്. അവിടെ പോയി മഗ്‌രിബ് നിസ്കരിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു മജ്‌ലിസ്. അപ്പൊ എല്ലാവരും ഒന്നായി. രണ്ടാമതൊരു ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. മറ്റിങ്ങനെ നോമ്പ് കുറച്ച് ഫ്രൂട്ട്സും മറ്റുമൊക്കെ കഴിച്ച് നോമ്പ് മുറിക്കലേ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ വന്ന് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ വേറെയും ചില ആളുകളുണ്ട് നോമ്പുറക്കാമെന്ന അറബികൾ. അവരൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞുപോയി. കാരണം നോമ്പിന് അങ്ങനെയാണല്ലോ, തോന്നുന്ന സമയം ഇരിക്കൂല, പെട്ടെന്ന് ശാപാൻ കൊടുക്കും. അങ്ങനെ തറാവീഹ് നിസ്കരിക്കണതിനൊക്കെ വേണ്ടി എല്ലാവരും പിരിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹസ്രത്തും മൂപ്പരെ കൂടെ വന്ന 2-3 ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട പി ഉസ്താദും കൂടെ വന്ന ഞാനടക്കം 2-3 ആളുകൾ ഞങ്ങളുമുണ്ട്. ആ സമയത്ത് ഈ അറബി ഇങ്ങോട്ട് രോഷാകുലനായി. കെ ഹദ്റത്തിനോട് പറയുന്ന, നിങ്ങളൊരു മുസ്ലിയാരാണ് ഞാൻ വിചാരിച്ചു, ഒരു ആലിമാണ് ഞാൻ വിചാരിച്ചിരുന്നു. നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്? നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേന്ന് പറഞ്ഞു. അപ്പൊ പി ഉസ്താദ് ഒരു സമവായത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ സംസാരിക്കാൻ നോക്കുമ്പോൾ ഷെയ്ഖ് അബൂബക്കർ ഉസ്താദിനെ കൊള്ളി ദേഷ്യം പിടിച്ചു. നീ ഒന്നും ഉണ്ടല്ല. അങ്ങനെ 2-3 കാര്യങ്ങൾ രൂക്ഷമായിട്ട് കെ ഹദ്റത്തിനോട് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾക്ക് വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ തരാം. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിനോ മറ്റോ ഒരു പൈസയും ഇന്നു മുതൽ ഞാൻ തരില്ല. നിങ്ങളൊരു പ്രായമുള്ള ഒരാരും എന്ന നിലയ്ക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് തരാം. ആ സ്ഥാപനത്തിന്റെ ആവശ്യവുമായി ഇനി എന്റെ അടുക്കൽ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. അതുകൂടി ഞാൻ നേരായ മാർഗത്തിൽ ഈ കാര്യങ്ങൾ നടത്തുന്ന ഷെയ്ഖ് അബൂബക്കറിന് ഖബീലിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയും ഉസ്താദ് അവർകൾ ഈ അറബിയെ പറഞ്ഞ് സമന്വയിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. അപ്പൊ പറയുന്ന ഈ അറബി, നിങ്ങളതിന് മുണ്ടാണ്ടെന്നാ മതി, നിങ്ങളോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലപ്പോ. അങ്ങനെ ഒരു വിഷാദത്തോടു കൂടി ബഹുമാനപ്പെട്ട കെ ഹദ്റത്ത് അവർ അറബിന്റെ വീട്ടിൽ നിന്നും പോകേണ്ടി വന്നു. അപ്പോഴും തന്റെ ഒരു ഗുരുനാഥനാണ്, തന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളാണ് എന്ന പരിഗണന വെച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ ഹദ്റത്ത് അവർക്ക് വേണ്ടി പറയാനാണ് പി ഉസ്താദ് നിന്നത്. അല്ലാതെ ഈ അറബിന്റെ കൂടെ കൂടി അങ്ങനെ തന്നെയാണ്, നാട്ടിലങ്ങനെ പറയലുണ്ട്, അങ്ങനെ ചെയ്യലുണ്ട്, ഒന്നും ഒരു വാക്ക് പറയാനൊന്നുമില്ല. എന്തേ കാരണം? കുറച്ചു കാലം നാട്ടിൽ നിന്ന് ദർസിൽ നിന്ന് കിട്ടിയതാണെങ്കിലും എനിക്ക് ഈ
ഗുരുനാഥന്റെ പൊരുത്തവും കൂടി കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആഗ്രഹിച്ചത് കൊണ്ടാണ് കഴിവിന്റെ പരമാവധി ബഹുമാനപ്പെട്ടവരെ സഹായിക്കാൻ തന്നെ ഒരുങ്ങിയത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് കാന്തപുരം ഉസ്താദിന്റെയും കാന്തപുരം ഉസ്താദ് പ്രദാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെയും ഉയർച്ച വളർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ ഉസ്താദുമായുള്ള ബന്ധം ഇങ്ങനെ ചോദിച്ചപ്പോ ഇത്രയടുത്ത് കുറച്ച് വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരു പണ്ഡിതന്മാരെയും ഇകഴ്ത്തുവാനും അവരുടെ സ്ഥാനം കുറച്ചു കാണിക്കുവാനും ഉസ്താദ് ഒരുങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ചില സൂചനകൾ നടത്തുന്ന പ്രാസംഗികന്മാരെ വിളിച്ച് മർക്കത്തിൽ വിളിച്ചു വരുത്തി അങ്ങനെ പറയരുതെന്ന് പോലും നിർദ്ദേശിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നുകൂടി ഇതിന്റെ കൂടെ നാം വായിക്കണം. പക്ഷേ മറുകക്ഷി ഇതൊന്നും സമ്മതിക്കുന്നവരല്ല. AK അബൂബക്കർ ഹസ്രത്തിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ആ പ്രവർത്തകര് അവര് പിന്നെ AK ഹസ്രത്തിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ പച്ചയായ യാഥാർത്ഥ്യം അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിരിക്കുന്ന ആ പ്രവർത്തകർക്ക് മനസ്സിലായപ്പോൾ അവർ അതിൽ നിന്നും മാറി ബഹുമാനപ്പെട്ട AP ഉസ്താദ് പ്രദാനം ചെയ്യുന്ന സംഘടനയിലും മർക്കസിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി അവര് വന്നിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. പക്ഷേ മറുപക്ഷത്ത് അന്നുള്ളവരും ഇപ്പൊ അവരെ പിൻഗാമിയായുള്ളവരും ഈ അസൂയ മാത്രം കൈമുതലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കാനാ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച അസൂയയുടെ മകുടോദാഹരണമാണ് അവരുടെ പരാജയത്തിന് കാരണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചതിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ കുറച്ച് തിരക്ക് പിടിച്ച പരിപാടി ഉള്ളതുകൊണ്ടാണ്. ആ വളാഞ്ചേരിയിൽ മർക്കസിന് സമാന്തരമായി തുടങ്ങിയ മർക്കസാണ് കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ മർക്കസിന് സമാന്തരമായിട്ടാണ് വളാഞ്ചേരി മർക്കസ് എന്ന് പറഞ്ഞ് അവർ മർക്കസ് തുടങ്ങിയത്. അതിവിപുലമായ രൂപത്തിൽ അതിന്റെ പ്രവർത്തനം അവർ തുടങ്ങി. 978 തന്നെ മർക്കസ് തുടങ്ങുന്ന അതേ കാലത്ത് തന്നെ. എന്നിട്ട് അവര് വ്യാപകമായിരിക്കുന്ന കലക്ഷൻ നടത്തി. എല്ലാവരും അതിനു വേണ്ടി കൊടുക്കുകയും ചെയ്തു. കൊടുക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മളിതിന് കൊടുക്കണ്ടെന്ന് പോലും പറഞ്ഞില്ല. അബുദാബിയിലുള്ള അവര് സാധാരണ കൂടുന്ന പള്ളികളുണ്ട്. അവർ പള്ളിയിൽ വന്ന് ഈ റമദാൻ മാസം പോലെ മൂല്യന്മാരൊക്കെ വാത് പറയലുണ്ട്. ആ വാത് പറയുമ്പോ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് താഴെയൊക്കെ ഏറ്റവും വാത് എവിടെ ഉണ്ടാവുള്ളൂ. കാരണം നാടുപോലെ അവിടെ കഴിയില്ലല്ലോ. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. എന്നാൽ 1.5 മണിക്കൂറാ വാത് പറയുന്നെങ്കിൽ 1.25 മണിക്കൂറും മർക്കസിനെ കുറിച്ചും മർക്കസിന്റെ പോരായ്മകളും മർക്കസ് അതിനാവശ്യമല്ല ഈ കാര്യങ്ങൾ മാത്രമേ ഓല് പറയുള്ളൂ. എന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങുന്നത് ഞങ്ങൾക്ക് തരണം എന്നറിയും. ഇതൊക്കെ കേട്ട് വെറുപ്പ് പിടിക്കുന്ന ആളുകള് ഓൽക്കൊന്നും കൊടുക്കൂല. കാരണം മറ്റൊരു സ്ഥാപനത്തിന് പാരവെക്കാനായിട്ട് നടക്കുന്ന ഇവരെന്ത് മൂല്യന്മാരാണ് മനസ്സിലാക്കും. ഓരോ ആൾക്കാർ തന്നെ അങ്ങനെ അവര് പല ഭാഗങ്ങളിലും ഇതേ പ്രചരണം നടത്തും. AP ഉസ്താദിനെതിരെയും AP ഉസ്താദ് അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് മറ്റൊക്കെ പറഞ്ഞ് പലതും പറയും. എന്നാൽ AP ഉസ്താദും പറയും. അവിടെ എല്ലാ പള്ളികളിലും പലതും പറയും. ഉസ്താദ് മറ്റൊരു പ്രത്യേകതയോട് കൂടിയുണ്ട്. ഔഖാഫ് കൊടുത്തൊരു ഐഡന്റിറ്റി കാർഡുണ്ട്. UAE-യിലുള്ള ഏത് പള്ളിയിലും AP ഉസ്താദിന് ഐഡന്റിറ്റി കാർഡ് വെച്ച് അത് പറയാം. അങ്ങനത്തൊന്നും. എന്നാലും പ്രത്യേക പെർമിറ്റ് എടുത്തിട്ടും നമ്മളെ സുന്നിയോൻ സംഘം പോലെയുള്ള സംഘടനകളൊക്കെ സംഘടിപ്പിച്ചിട്ടും അത് വെക്കും. അങ്ങനെ AP ഉസ്താദ് 1.5 മണിക്കൂറാ പറയുന്നെങ്കിൽ 1.25 മണിക്കൂറും ജനങ്ങൾക്ക് ആവശ്യമായ അവരെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന നല്ല ഒരു ആയത്തും ഹദീസും ഒക്കെ ഓതി ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എല്ലാവരുടെ കണ്ണും കാതും കൽബും ഒക്കെ AP ഉസ്താദിൽ ലയിച്ചേക്കും. അങ്ങനെ ബാക്കിയുള്ള ഒരു 10 മിനിറ്റ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, പല സ്ഥാപനങ്ങൾക്കും പല ജില്ലാ കമ്മിറ്റിയും പ്രാദേശിക കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ ഉണ്ട്. മർക്കസ് സഖാഫത്തി സുന്നിയക്ക് അങ്ങനെ ഒന്നില്ല. ഒരു പ്രദേശത്തിൻ്റെതല്ല അത്. നിങ്ങൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മംഗലാപുരം മുതൽ
തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ഏതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങൾ സഹായിക്കണം, കഴിവിന്റെ പരമാവധി സഹായിക്കണം. അല്ലേ? എന്താ ഉസ്താദ് പറയുന്നത്? അങ്ങകര വടക്ക് മുതൽ ഇങ്ങനെ തെക്ക് പാറശാല വരെ എത്ര സുന്നി സ്ഥാപനങ്ങളുണ്ടോ, ചെറുതാവട്ടെ വലുതാവട്ടെ, കഴിവിന്റെ പരമാവധി നിങ്ങളതിന് സഹായിക്കണം. നിങ്ങളൊക്കെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വളരെ ബുദ്ധിമുട്ടായി നാട്ടുകാരെയും കുടുംബങ്ങളെയും സ്വന്തം ഭാര്യ മക്കളെപ്പോലും വിട്ട് ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുകയാണ്. അതിന് മക്കളെ നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടണം. കഴിയുന്ന പോലെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും സഹായിക്കണേ. അതിൽ ഈ KK ആദിറത്തിന്റെ വളാഞ്ചേരി മർക്കസും പൊട്ടു, മാനുമുസ്ലിയാരെ ദാറുന്നജാത്തും പൊട്ടു, ഏവിയത്രേമാമൂലിയാരെ ദാറുസലാം നന്ദി അതും പൊട്ടു, പട്ടിക്കാട് കോളേജും പൊട്ടു, പോലെ ദാറുലുദയും പൊട്ടു. അതിനപ്പുറം ഇവർക്ക് വല്ലാതെ എണ്ണാണ്ടോ അന്ന് ഇന്നൊക്കെ തന്നെ കാര്യമായിട്ട് കാണുന്നുള്ളൂ. എല്ലാം ഇതിൽപ്പെട്ട് ഉസ്താദ് പറയുന്നത് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എല്ലാം സഹായിക്കണം. എന്നിട്ടാണ് ഉസ്താദ് പറയുന്നത് മർക്കസ് സഖാവത്ത് സുന്നിയത്ത് ജില്ലാ കമ്മിറ്റിയില്ല, അതിന് പ്രാദേശിക കമ്മിറ്റിയില്ല, അത് കേരളത്തിലെ മുഴുവൻ സുന്നികളുടെയും സ്വത്താണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ പ്രത്യേകമായും സഹായിക്കണം. അല്ലേ? അത് പറയുമ്പോ മുമ്പ് ഈ ഹസ്രത്തിന്റെയും മാനുമുസ്ലിയാരെയും ഒക്കെ വാത് കേട്ട ആളുകൾ ഉസ്താദിന്റെ അടുത്ത് കാശ് കൊടുക്കാൻ തിരക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മാസമൊക്കെ ഒന്നായിട്ട് വയത് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യന്റെ 1.25 ലക്ഷം. AP ഉസ്താദ് അവിടെ വന്ന് ആകെ ഒരാഴ്ചയാണ് നിൽക്കുക. അപ്പൊ ഇന്ത്യന്റെ 25 ലക്ഷം. ഇങ്ങനെ തന്നെ ഇങ്ങനെ വളരെ നിഷ്കളങ്കമായ ഉസ്താദ് ആ പ്രവർത്തന രംഗത്ത് ഉണ്ടായതിന്റെ പേരിലാണ് അസൂയ എന്ന ഒന്ന് ഉസ്താദിന്റെ മനസ്സിൽ ഒരൽപ്പം പോലും നാമ്പെടുക്കാത്തതിന്റെ പേരിലാണ് എല്ലാ ആളുകളും ഉസ്താദിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അവർക്ക് ഈ വന്ന പരാജയങ്ങൾ 978 തുടങ്ങിയിട്ട് 38 കൊല്ലം അതിനും ആയല്ലോ. മർക്കസ് സഖാവത്ത് സുന്നി എത്രത്തോളം വളർന്നു, എന്തൊക്കെ പദ്ധതികളുടെ കാഴ്ചവെച്ചു. 125 ഏക്കറിലുള്ള നോളേജ് സിറ്റി അടക്കം ഏറ്റവും അതിവിപുലമായിരിക്കുന്ന ഒരുപാട് പുരോഗമന കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ. നോളേജ് സിറ്റി ഞാൻ പറഞ്ഞു. ഞങ്ങളോട് ഒരു ടെലിഫോൺ വന്നപ്പോ പെട്ടെന്ന് മുറിഞ്ഞുപോയതാണ് എന്നറിയിക്കുന്നു. അങ്ങനെ മർക്കസ് സഖാവത്ത് സുന്നിയക്ക് സമാന്തരമായി എടുത്ത ഈ വളാഞ്ചേരി മർക്കസ് അടക്കമുള്ള അതിനൊക്കെ കലക്ഷന് വേണ്ടി അവിടെ വരുമ്പോ അവരിങ്ങനെ ഉസ്താദിനെ കുറിച്ച് പറയും. ഉസ്താദ് പറയുമ്പോ എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും പറയും. അതിന്റെ പേരിൽ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും സ്വീകരിച്ച് സമ്മതിച്ച് നല്ല കാശ് അവിടുന്ന് സാധാരണക്കാരായ ആളുകൾ കൊടുക്കും. പക്ഷെ ഈ ഒരു തന്ത്രം മറ്റവർക്ക് അറിയില്ലായിരുന്നു. മറ്റൊന്നുകൂടി നമ്മൾ മർക്കസ് സഖാവത്ത് സുന്നിയ ഇങ്ങനെ നല്ലൊരു സംവിധാനത്തിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. അവിടെ ഇതിന്റെ തുടക്കകാലങ്ങളിൽ അഥവാ 82, 83 മർക്കസ് ഇങ്ങനെ പിച്ച വെച്ച് വരുന്നല്ലുള്ളൂ. മർക്കസിന്റെ കോംപ്ലക്സിന് സ്ഥലം വാങ്ങുന്നത് ആ കാലത്താണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവിടെ തന്ത്രപരമായ ചില നീക്കങ്ങളാ സാധുവായിരിക്കുന്ന ഞാനൊക്കെ നടത്തിയിരുന്നത്. എന്താണ് നീക്കങ്ങളെന്നറിയോ? പ്രമുഖരായിരിക്കുന്ന അറബികളുടെ വീട് കണ്ടുപിടിക്കുക. ആ വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്ന തബ്ബാഹീങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ, അങ്ങനെയൊക്കെ അവരെ മജ്‌ലിസിൽ കാവ കൊണ്ടുപോയി കൊടുക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണല്ലോ ഇവരോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവർ. അധികവും നമ്മൾ തബ്ബാഹീങ്ങളെ അഥവാ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ, ഇത് പ്രമുഖരായിരിക്കുന്ന അറബികളുടെ വീട്ടിൽ 6, 8, 10 ആളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ക്യാൻറ്റീനിൽ ഭക്ഷണം പാകം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ അവരെടുത്ത് ക്യാൻറ്റീൻ അവിടെ നമ്മൾ വരേണ്ട മാതിരി ചെറിയ അടുക്കളയല്ലല്ലോ, വീടിന്റെ മറ്റൊരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ കയറി ചെന്ന് അവരോട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു മുസ്ലിയാർ എന്ന നിലയ്ക്ക് അവരിരുത്തും. അവർ ചായ തരും, ജ്യൂസ് തരും, അതുപോലെ മറ്റു ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ അവർ നമ്മളെ സൽക്കരിക്കും.
എന്നിട്ട് അവരോട് ഇങ്ങനെ കുശലം പറഞ്ഞ് നമ്മൾ ചോദിക്കും, ഇങ്ങനെ നിങ്ങൾ അർബാബിന്റെ സ്ഥിതി, ഒരു നല്ല സ്വഭാവമുള്ള ആളാണോ, എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നവരാണോ? അങ്ങനെ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചു പഠിച്ചാൽ അവർക്കതിന് വ്യക്തമായി പറയാൻ കഴിയും. അപ്പൊ അവർ പറയും തിരക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട്, നല്ലവരാണ്. അങ്ങനെ ആ വിവരം കിട്ടുമ്പോൾ എപ്പോഴാണ് അപ്പൊ അർബാബിനെ കാണാൻ പറ്റുക? അത് ഉച്ചക്ക് ഒരു 1:30 മണിയാവുമ്പോൾ അവർ മജ്‌ലിസിൽ വരും. വേറെ ആളുകളുണ്ടാവും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. ആ സമയത്ത് അവിടെ വെച്ച് അവരോട് സംസാരിക്കാൻ കഴിയുന്നു. എന്നാ അങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് അവരോട് യാത്ര പറഞ്ഞു പോലും. പിറ്റേ ദിവസം നമ്മൾ ഏകദേശം 1:30 മണിയാകുമ്പോഴേക്കും മജ്‌ലിസിലെത്തും. ചെന്നാൽ പലരും ഉണ്ടാവും, അവരുടെ കുടുംബക്കാരുണ്ടാവും, മക്കളുണ്ടാവും, പലരും കൂടി. അങ്ങനെയുള്ള അവരുടെ സ്വഭാവം. നമ്മളാരി ഒരാൾ വാപ്പ വന്ന് വേർത്തുന്ന, അനുജൻ വന്ന് വേർത്തുന്ന, അങ്ങനെയൊന്നുമല്ല. അവര് അടുത്തടുത്ത വീട് താമസിക്കുകയാണെങ്കിൽ തന്നെ ബാപ്പമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം എല്ലാവരും കൂടി ബാപ്പയുടെ വീട്ടിൽ നിന്ന് കഴിക്കും. അങ്ങനെയൊക്കെ വലിയ ഒരു കുടുംബ ബന്ധം പുലർത്തുന്നവർ കൂടിയാണ് അറബികൾ. എല്ലാവരും വന്നിരുന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലാന്വേഷണം നടത്തി അതിലാരാണോ കാരണവരെങ്കിൽ വലിയ അല്ലാഹ് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നായിട്ട് എണീക്കും, ഭക്ഷണത്തിനടുത്ത് പോയിരിക്കും, ഭക്ഷണം കഴിക്കും. അപ്പൊ നമുക്കും ആ കൂട്ടത്തിൽ പോയിരുന്ന് കഴിക്കണതിന് ഒരു വിരോധമല്ല. അങ്ങനെ ഒരു ദിവസം, പിറ്റേ ദിവസവും തന്നെ ഇടമുറിയാതെ, അതിന്റെ പിറ്റേ ദിവസവും, 3-ാമത്തെ ദിവസവും, 4-ാമത്തെ ദിവസവും നമ്മളവിടെ കാണുമ്പോൾ, അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം കാണുമ്പോൾ, അധികം 4-ാമത്തെ ദിവസം തന്നെ ചോദിക്കും, നീ എവിടെയാണ്? കാരണം 3 ദിവസം പോലൊന്ന് ഭക്ഷണം കഴിച്ചു. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സലാം പറയും, ഒരു ഭാഗത്തിരിക്കും, എന്നിട്ട് യാതൊരു കൊടുക്കും, നമ്മൾ എണീക്കും, പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പോരും. പിറ്റേ ദിവസവും ചെല്ലും, പിറ്റേ ദിവസവും ചെല്ലും. അങ്ങനെ തുടർച്ചയായി കാണുമ്പോൾ ചോദിക്കുകയാണ് ഇവിടുന്നാണ്. അപ്പോൾ അന്നത്തെ മർക്കത്തിന്റെ പ്രോസ്പെക്ട്, ആ ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, അന്നുള്ളതിനനുസരിച്ചുള്ളതേ അന്നുള്ളൂ. അത് നമ്മളെ കന്തൂറിന്റെ കീശയിലുണ്ടാവും. കന്തൂറിന്റെ കീസ പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ബുക്കോ 2 ബുക്കോ ഒക്കെ വെക്കാൻ പറ്റൂല. അത് അവർ ചോദിക്കുമ്പോൾ ഈ ബുക്ക് എടുത്ത് കാണിച്ചോളൂ. അപ്പൊ അന്നൊന്നും കൂടുതൽ അറബികൾ വന്ന് മർക്കസ് കണ്ട ഫോട്ടോ കാര്യമൊന്നും അതിലില്ല. ഇന്നിപ്പോ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ട് പോലെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് മറിച്ചു നോക്കി, വലിയ തിരക്കുള്ള ആൾക്കാരാണ്. വേഗം കീശി കൈയിട്ടിട്ട് അവർക്ക് ഇന്നുള്ളത് എടുത്തുതരാമെന്ന് ചോദിച്ചു. അപ്പൊ 500 ആകാം, 2000 ഒക്കെ പലതും ആകാം. അത് തരാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഞാനിപ്പോ അങ്ങനെ കാശിന് വന്നതല്ല, ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഷെയ്ഖ് അബൂബക്കർ, ഇതിന്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അമീൻ, അവര് ഇവിടെ വരവുമുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ വലിയൊരു ഉലമാക്കളുടെ സംഘടന ഉണ്ട്. അതിന്റെ അമീനുൽ മുസാഹിദ് കൂടിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്, അന്ന് എ പി ഉസ്താദ്. അങ്ങനെയുള്ള ഒരു മഹാനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് അവര് നിങ്ങളെ ഒന്ന് സമീപിക്കണമെന്ന ഉദ്ദേശമുണ്ട്. ഇപ്പൊ നാട്ടിലാണ്, അവരുടെ ദർശനം നടത്തുകയാണ്, ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുകയാണ്. എന്നാ